ഹായ് ഹലോ വണക്കം, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് കൊച്ചൂസ്. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് സൺഡേ ആണ്. സത്യത്തിൽ വോയിസ് ഓവർ ചെയ്യുന്നത് മൺഡേ ആണ്, ഞാൻ വീഡിയോ എടുക്കുന്നത് സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആയിട്ടൊന്ന് പുറത്തോട്ടൊക്കെ പോവാം. ഈ വീക്ക് ഫുള്ളും വീട്ടിനകത്ത് തന്നെയായിരുന്നു. അപ്പോൾ ബോറടിയായി, എനിക്കും ബോറടിയായി, അമ്മക്കുട്ടിക്കും ബോറടിയായി. അപ്പോൾ ഒന്ന് പുറത്തോട്ടൊക്കെ പോവാം എന്നും പറഞ്ഞ് ഒരുക്കമാണ് ഈ കാണുന്നത്. ഒരുക്കം എന്നൊന്നും പറയാൻ പറ്റില്ല, ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, ലിപ് ബാം, ലിപ്സ്റ്റിക്ക്, അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ എല്ലാവരും ചെയ്യുന്ന ബേസിക്കായിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അല്ലാതെ വലിയ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്യാറില്ല. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോവാണ്, മറൈൻ ഡ്രൈവ് പോകാമെന്നാണ് വിചാരിക്കണത്. രാവിലെ തൊട്ടുള്ള പ്ലാനിങ്ങിന് ശേഷം ഞങ്ങൾ പോവാം എന്ന് ഫിക്സ് ചെയ്തത് തന്നെ ഉച്ചയ്ക്കാണ് കേട്ടോ. ഉച്ചയായി ഞങ്ങളുടെ പ്ലാനിങ് തീരുമ്പോൾ. പോകാമെന്നുള്ള ആ ഒരു ഉറപ്പിലേക്ക് എത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, മഴയുണ്ടായിരുന്നു. മഴയ്ക്കൊരു ഗ്യാപ്പ് കിട്ടിയിട്ട് വേണം ഇറങ്ങാൻ എന്നും പറഞ്ഞ് ഞങ്ങളിരുന്ന് അങ്ങനെ ഉച്ചയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ എന്ന് മാത്രമല്ല, ഞാൻ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും എനിക്കിപ്പോൾ ഒരു പാർട്ട്ണറിന് കിട്ടിയിട്ടുണ്ട്. അവൾ ചെയ്തു തരാം എന്നും പറഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരിപ്പാണത്. ഈ ചെയ്ത് തരാമെന്ന് പറച്ചിൽ മാത്രമല്ല, അവൾ ചെയ്ത് തരുകയും ചെയ്യും. കണ്ണെഴുതി തരിക, പൊട്ട് വെച്ച് തരിക. ഭയങ്കരമാണ്. കണ്ണൊക്കെ എഴുതി കഴിഞ്ഞുള്ള എൻ്റെ ലുക്കൊക്കെ കാണണം, അടിപൊളിയാണ്. പക്ഷെ അവൾക്ക് ചെയ്ത് കൊടുക്കാൻ അവൾ സമ്മതിക്കില്ല. അവൾക്കും അവൾ തന്നെ ചെയ്യണം, അങ്ങനെ ഒരു വാശിയാണ്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ പെൺകുട്ടികളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ? ആയിരിക്കും. അതൊക്കെ പോയിട്ട് സൺഡേ ആയിട്ട് അവിടെ എന്തൊക്കെയാണ് പരിപാടി? എല്ലാവരുടെയും മഴയും കാര്യങ്ങളൊക്കെയാണല്ലേ. എല്ലാവരും സേഫാണോ? ഇതിന് ലിപ് ബാം ഇട്ട് കൊടുക്കുകയല്ല കേട്ടോ, ജസ്റ്റ് അവളിൽ നിന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി കൊടുത്തതാ. പക്ഷെ ഭയങ്കര അഭിനയ സിംഗമാണ്. ഞാൻ കണ്ണെഴുതുന്ന കാര്യം പറഞ്ഞാൽ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് കണ്ണെഴുതി കഴിഞ്ഞാൽ എൻ്റെ ലുക്ക് വാലിട്ടൊക്കെയാണ് കണ്ണെഴുതി തരാറ്. ദിഗംബരിയാക്കി കളഞ്ഞത് കണ്ടാ. ഇതിപ്പോൾ ഇവിടെ സ്ഥിരം പരിപാടി ആയിട്ടുണ്ട്. പിന്നെ കുട്ടികളുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം, അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് നിന്ന് കൊടുക്കണമെന്നേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ വീഡിയോ എന്ന് പറയുന്നത് 2 ഫോണിലായിട്ട് റെക്കോർഡ് ചെയ്തതായിരുന്നു. 2 ഫോണിൻ്റെ ഡിഫറൻസും കാണാം. ഈ വീഡിയോസൊക്കെ എടുത്തത് മോട്ടറോള എഡ്ജ് 60 പ്രോയിലാണ്. നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോ എടുത്തത് റെഡ്മി നോട്ട് 30. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും. ഇപ്പോൾ ഈ മോട്ടറോള ഞങ്ങൾ വാങ്ങിച്ചിട്ട് 2 months ആയിട്ടുള്ളൂ. അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഒക്കെ ഉണ്ട്, പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യാതിരുന്നതാണ്. എനിക്ക് ഫോണിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരാനും അറിയില്ല. പിന്നെ നമുക്ക് കാണുമ്പോൾ ഡിഫറൻസ് അറിയുന്നുണ്ടല്ലോ. ഇത് ഫ്രണ്ട് ക്യാമാണ്, 2ൻ്റെയും ഫ്രണ്ട് ക്യാമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എനിവേ, എന്തായാലും എനിക്ക് 2 ഫോണും കംഫർട്ടബിളാണ്. ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതുകൊണ്ട് അറിയില്ല, 2 ഫോണും എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. റെഡ്മി ആയാലും മോട്ടോറോള ആയാലും.
ഒരുവിധം എൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. ഇനി അടുത്തത് എൻ്റെ കോപ്പി കാറ്റിൻ്റെ ഒരുക്കമാണ് കേട്ടോ. എല്ലാ കുഞ്ഞു പിള്ളേരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ലേ. കുഞ്ഞുമക്കളെല്ലാവരും അവരുടെ അമ്മയും അച്ഛനും എന്ത് ചെയ്യണോ അത് കോപ്പി ചെയ്ത് നടക്കാനായിരിക്കും അവർക്കിഷ്ടം. നമ്മൾ ചെയ്യണ ഓരോ തെറ്റായാലും ശരിയായാലും പറയണ ഓരോ വാക്കുകളായാലും അവർ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് പേസ്റ്റ് ചെയ്യണത് പോലെ അത് അവർ പ്രവർത്തിക്കുക അല്ലെങ്കിൽ അത് പറയുക. എല്ലാ കുഞ്ഞു പിള്ളേരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മളെ ശ്രദ്ധിക്കുക, അവരുടെ മുമ്പിൽ എന്ത് പറയണം അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്നുള്ള കാര്യം നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്കും അതൊരു ബുദ്ധിമുട്ടാവും, അവരുടെ ഭാവിയിൽ അതൊരു ബുദ്ധിമുട്ടാവും. എല്ലാവർക്കും അറിയണ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇത്. പിന്നെന്താ, നമ്മൾ കുഞ്ഞു പെണ്ണിൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. വെറുതെ ആണ് കേട്ടോ, വെറുതെ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ വീഡിയോയിൽ തന്നെ കാണാം, കഴിഞ്ഞു, അത് വായിച്ചോളൂ, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ചെയ്തു കൊടുക്കും. അധികവും അവൾ മേക്കപ്പ് ഇല്ലാതെ അല്ലെങ്കിൽ കണ്ണെഴുതാതെ കാണുന്നത് അതുകൊണ്ടാണ്. സമ്മതിക്കില്ല, അവളുടെ ഇഷ്ടത്തിന് അവൾ എഴുതും, അവൾ തന്നെ വായിക്കും, അങ്ങനെയാണ്. സമ്മതിക്കില്ല അവൾക്ക് ഇഷ്ടമാണ്, ഒരുങ്ങിയിരിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അത് ഒരുങ്ങുമ്പോൾ ചെറിയൊരു വാശിയൊക്കെ കയറി അത് മായ്ച്ച് കളയുക, എന്നിട്ട് വീണ്ടും ഇടുക, അങ്ങനെയൊരു. അപ്പം ഞാൻ ഉറങ്ങുമ്പോഴായിരിക്കും അധികവും എഴുതി കൊടുക്കുക, കണ്ണൊക്കെ എഴുതി കൊടുക്കുക. നമ്മളൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് പോകണം അല്ലെങ്കിൽ വേഗം റെഡിയായി പോകണം എന്നൊക്കെ വെച്ചാൽ അവളെ ഒരുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവളെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സമയം പോകണം അറിയില്ല, പിന്നെ സമയത്തിന് എത്തില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിപ്പോൾ ഞാൻ നേരത്തെ അവളെ ഒരുക്കും അല്ലെങ്കിൽ അവളെ ഉറങ്ങുമ്പോൾ ഒരുക്കും, അങ്ങനെയൊക്കെ തന്നെയേ ഉള്ളൂ കേട്ടോ. കഴിഞ്ഞു, ഞങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് എഴുതിയതൊക്കെ മായ്ച്ച് ഞങ്ങൾ വീണ്ടും പഴയ രൂപത്തിലോട്ടെത്തി. ഇന്ന് ഈ വീഡിയോയിൽ ഞാനൊരു കുഞ്ഞ് അതിഥിനെ റിവീൽ ചെയ്യാണ് കേട്ടോ. ഞങ്ങളുടെ സ്വന്തം കാത്തു. ആളെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 1 വീക്കായി. പക്ഷെ ഞാനതിൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ ആളൊന്ന് റിവീൽ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. കാര്യം ആൾ കുഞ്ഞാണ്, ഭയങ്കര കുഞ്ഞാണ്. സർവൈവ് ചെയ്യോ എന്നുള്ള ഡൗട്ട് എനിക്കുണ്ടായിരുന്നത് കൊണ്ടാണ്. ഇപ്പോഴും ആ ഡൗട്ട് മാറിയിട്ടൊന്നുമില്ല. ആൾ നടക്കാനായിട്ടില്ല, അതുപോലെ പാല് കുടിക്കാനൊന്നും ആയിട്ടില്ല. ഞാനിപ്പോഴും ഫില്ലറിലാണ് കൊടുക്കണത്. ഞാൻ കുടിപ്പിച്ച് നോക്കി, പക്ഷെ പറ്റുന്നില്ല, മൂക്കിലോട്ട് കയറി. അപ്പം എനിക്കെന്നെ പേടിയായി. അപ്പം ഞാൻ ഫില്ലറിലാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണത്. എന്താവുന്നൊന്നും എനിക്കറിയില്ല. പറ്റുന്നത്രയും ആളെ നോക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളുടെ അടിപിടി വഴക്കിനൊക്കെ ശേഷം, മേക്കപ്പിനൊക്കെ ശേഷം ഞങ്ങൾ ഇറങ്ങി. വണ്ടിയിൽ കയറിയ ശേഷം ഞങ്ങളുടെ പ്ലാനിൽ വീണ്ടും ചേഞ്ച് ഉണ്ടായിരിക്കുകയാണ്. ഞങ്ങൾ ഫസ്റ്റ് പോണത് മറൈൻ ഡ്രൈവിലേക്കല്ല, ഞങ്ങൾ പോണത് ലുലുവിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ ലുലുവിൽ പോയി ചുമ്മാ ഒന്ന് കറങ്ങാം. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. സൺഡേ ആയതുകൊണ്ട് അതൊന്നും ഭയങ്കര തിരക്കായിരുന്നു. ഹൈപ്പറിലും ഫുഡ് കോർട്ടിലും ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു. എന്നാലും ഞങ്ങൾ ഹൈപ്പറിൽ കയറി, ഒന്നും വാങ്ങാനല്ലെങ്കിലും ചുമ്മാ കാഴ്ചകളൊക്കെ കാണാമല്ലോ എന്ന് പറഞ്ഞ് കയറി. ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളെ ജീവനുള്ള ഫിഷ്, വീട്ടിൽ വളർത്താൻ പറ്റിയ ഫിഷുകൾ, ഫൈറ്റർ, അതൊക്കെ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലുകളിലാണ് കേട്ടോ അത് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ ഓരോ ഫിഷും, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇവിടെ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ആളോ അതന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഓടിക്കളിക്കാനൊക്കെ കാണുമ്പോൾ. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല വൈറ്റും ഗോൾഡൻ കളറും അങ്ങനെ കുറേ കളേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ വീഡിയോസൊക്കെ എത്ര പേര് കാണുന്നൊന്നും എനിക്കറിയില്ല. അത് വ്യൂസൊന്നും അധികം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ഒരു ഇഷ്ടത്തിന്, എന്താ പറയുക, നമ്മുടെ ഒരു ആഗ്രഹത്തിനൊക്കെ പോസ്റ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പോസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ ഞാൻ ഈ യൂട്യൂബൊക്കെ തുടങ്ങിയിട്ട് ശരിക്കും 4 ഇയേഴ്സൊക്കെ കഴിഞ്ഞു. അത് നമ്മുടെ കൊറോണ സമയത്തൊക്കെ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്ത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ ചെയ്തത് ഈ വേസ്റ്റ് മെറ്റീരിയൽ നിന്നൊക്കെ ഡെക്കോസ് ഉണ്ടാക്കുക. സത്യത്തിൽ അത് ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വീഡിയോ ആയിട്ട് എടുക്കാനുള്ളൊരു സിറ്റുവേഷനോ അല്ലെങ്കിൽ അതിന് പറ്റിയ ഫോണോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോസ് എടുക്കാണ്ടും
അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണല്ലോ, അപ്പം ഇങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽസ് എന്നൊക്കെ കുറച്ച് വീട്ടിലേക്കുള്ള ഡെക്കോസൊക്കെ ഉണ്ടാക്കുക, അതേപോലെ ബോട്ടിൽ ആർട്ട്, പിന്നെ കുറച്ച് എഴുത്ത് കുത്തിക്കുറിച്ചിടുക, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ പരിപാടി മെയിനായിട്ട്. അപ്പോൾ തുടങ്ങിയൊരു ചാനലാണ് ഇത്. പിന്നെ ഞാനത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. എനിക്ക് വീഡിയോസ് എടുക്കാനും അതേപോലെ പോസ്റ്റ് ചെയ്യാനും പറ്റിയൊരു ഫോണോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. പിന്നെ ഞാൻ അതിൻ്റെ സിറ്റുവേഷൻസൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നതായപ്പോൾ ഞാൻ വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയതായിരുന്നു. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ എന്താ പറയുക, കളിയാക്കലുകളും നെഗറ്റീവ്സും എല്ലാം കിട്ടുന്നുണ്ട്. അത് ചെറിയ ചാനലാണെങ്കിലും പോലും അത്യാവശ്യം നല്ല കളിയാക്കലുകൾ എനിക്ക് പേഴ്സണലി അറിയുന്നവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെന്താ, ഇതൊക്കെ അച്ചീവ് ചെയ്തവരുണ്ടല്ലോ, എന്താ പറയുക, കളിയാക്കലുകളും എല്ലാം കേട്ട് പിന്നെ മുന്നേറി വന്നവരുണ്ടല്ലോ, അവരുടെ കുറച്ച് മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കാണും, എന്നിട്ട് കുറച്ച് മോട്ടിവേറ്റ് ആയിട്ട് വീണ്ടും വീഡിയോ ചെയ്യും. ഇതാണ് ഇപ്പോൾ റീസെൻ്റ്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നൊന്നും അറിയില്ല, എന്തായാലും ഞാൻ പറ്റുന്നത്രയും വീഡിയോസൊക്കെ ചെയ്യും, കിട്ടാവുന്നത്രയും സബ്സ്ക്രൈബേഴ്സിനൊക്കെ. പറഞ്ഞ് നമ്മളെ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയിരിക്കുന്നു. സത്യത്തിൽ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മളെ ഗീവ് അവേ വിന്നേഴ്സിന് കൊടുക്കാനുള്ള ഫ്രെയിം വാങ്ങാനാണ് ഞാൻ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ബ്രോഡ്വേയിൽ പോയി പകുതി ദൂരം നടന്നപ്പോഴേക്കും ആമിക്കുട്ടി ഉറങ്ങി. പിന്നെ അവളെ എടുത്തുകൊണ്ട് നടക്കലായിരുന്നു. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. പിന്നെ എനിക്ക് ഫ്രെയിം വാങ്ങാനൊന്നും പറ്റിയില്ല. അവളുടെ ഉറക്കത്തെ ശല്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ മറൈൻ ഡ്രൈവിലേക്ക് തന്നെ വന്നു. പിന്നെ അവൾ കുറച്ച് നേരം മടിയിലിരുത്തി ഉറങ്ങി. അത് കഴിഞ്ഞ് അവൾ എണീറ്റ്, പിന്നെ അവൾ ആക്റ്റീവായി. അങ്ങനെ ഞങ്ങൾ കുറേ നടന്നു. എപ്പോഴും ഇങ്ങോട്ട് വന്ന് ഈ പാലം കാണുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നൊരു മൂവിയാണ് വെള്ളി നക്ഷത്രം. അതിലെ സോങ്ങിൽ ഈ ഒരു പോർഷൻ വരുന്നുണ്ടല്ലോ. ഒരുപാട് മൂവീസിൽ ഇത് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് വെള്ളി നക്ഷത്രമാണ്. അത് കുഞ്ഞുനാളെ തൊട്ടേ കാണുന്നതുകൊണ്ടാവും ഈ ഒരു പാലം കാണുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ഒരുപാട് പാലങ്ങളുണ്ടല്ലോ അവിടെ, അത് കാണുമ്പോൾ എനിക്ക് വെള്ളി നക്ഷത്രമാണ് ഓർമ്മ വരിക. നിങ്ങൾക്കൊക്കെ ഏതാണ് ഓർമ്മ വരിക എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ പട്ടി ഷോ ഒക്കെ നടത്തി, കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ പോയി. അങ്ങനെ നേരം ഇരുട്ടി വരുമായിരുന്നു. അപ്പോഴാണ് ലൈറ്റ്സ് ഇട്ടപ്പോഴാണ് ഒരു ഷോപ്പ് വേണ്ടത്. നല്ല എസ്തെറ്റിക് ലുക്കുള്ളൊരു ഷോപ്പായിരുന്നു, അടിപൊളി ഷോപ്പ്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഉണ്ടായിരുന്ന ബോട്ടിങ്ങിൽ ഇവളെ കൊണ്ടുപോകാൻ എനിക്കത്ര ഒരു താല്പര്യക്കുറവ്. നമ്മുടെ ഈവനിങ് ടൈമാണ്, നല്ല തണുത്ത ക്ലൈമറ്റാണ്. സത്യത്തിൽ ഈ സമയത്തൊക്കെയാണ് ബോട്ടിൽ പോകേണ്ടത്. പിന്നെ മോളെയും കൊണ്ട് പോയാൽ കാറ്റ് അവൾക്ക് സെറ്റായില്ലെങ്കിലോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ട്. ഞങ്ങൾ ബോട്ടിൽ കയറിയില്ല. ഞങ്ങൾ തിരിച്ചിറങ്ങി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങളൊരു കുറേ കൂടാരങ്ങൾ കണ്ടത്. അപ്പം അവിടെ എന്താണെന്ന് അറിയാൻ, എന്തോ ഫെസ്റ്റ് നടക്കുന്നുണ്ട് മനസ്സിലായി. എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയി. കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റമായിരിക്കില്ല ഇത്. ഞാൻ നേരത്തെ ഒന്നും ഇങ്ങനെ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടെങ്കിൽ ഞാൻ ആസ്വദിച്ച് നിൽക്കാറൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇപ്പം അവൾ വന്ന ശേഷം ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോഴും അതങ്ങോട്ട് ആസ്വദിച്ച് നിന്ന് പോകും. അവൾക്കത് കാണിച്ചു കൊടുക്കുക, അവളുടെ ആ ഒരു സന്തോഷം കാണുക, അതിൻ്റെ കൂടെ ഞാനും അങ്ങോട്ട് ആസ്വദിച്ച് പോകും. അങ്ങനെ റോബോട്ടിൻ്റെ ഫെസ്റ്റായിരുന്നു അത്. ഞങ്ങളത് വടക്കഞ്ചേരിയിൽ വന്നിട്ട് കണ്ടതായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു 200 കൊടുത്ത് പോയി കാണണോ? അതിനേക്കാളും കൂടുതൽ സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്നാലും കണ്ടത് വീണ്ടും പോയി കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് കുറവും പിന്നെ മഴക്കാറും എല്ലാം കൂടി കണ്ടപ്പോൾ ഞങ്ങൾ അകത്തോട്ട് പോയ പോലെ തന്നെ തിരിച്ചു ഇറങ്ങുകയും ചെയ്തത്. ഇറങ്ങി പുറത്തോട്ട് എത്തുമ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി. പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല അടിപൊളി പരിപാടിയായിട്ട് തോന്നുന്നുണ്ട്. നോക്കട്ടെ, പിന്നീട് ഒരിക്കലും പോകണം വിചാരിക്കണം. എത്ര ദിവസം ഉണ്ടാവുന്നൊന്നും ഞങ്ങൾ നോക്കിയില്ല, ഒക്കെ നോക്കണം, പിന്നീട് പോവാം. ബ്രോഡ്വേയിൽ നിന്ന് ഫ്രെയിംസൊക്കെ വാങ്ങാൻ പറ്റാത്തിരുന്നത് കൊണ്ടാണ് കലൂരിൽ നിന്ന് സാധാരണ ഞാൻ വാങ്ങുന്നൊരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷെ കലൂരെത്തിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ഭയങ്കര മഴയായിരുന്നു, നല്ല കോരിച്ചെറിയുന്ന മഴയായിരുന്നു. പിന്നെ അതും നടന്നില്ല. കാണുമ്പോൾ മഴയൊക്കെ ആസ്വദിക്കുകയാണെന്ന് തോന്നുമെങ്കിലും മഴയുടെ സൗണ്ട് വിട്ട് പേടിച്ചിരിക്കുകയാണ് കേട്ടോ ആമക്കുട്ടി. അങ്ങനെ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ടൈം 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ആൾക്കൊരാഗ്രഹം കപ്സ് കഴിക്കണമെന്ന്. ഞങ്ങൾ വരുമ്പോൾ മസാലയും ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പ്രിപ്പയർ ചെയ്തു. ഞാനല്ല, കിട്ടിയ സ്വന്തമായി തന്നെ പ്രിപ്പയർ ചെയ്ത്. സംഭവം സൂപ്പറായിരുന്നു കേട്ടോ. അതുപോലെ ഇത്രയും നേരം എന്നെ സഹായിച്ചിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.